നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിനൊപ്പം പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ 2 വനിതകൾ ഈ ലിസ്റ്റിൽ വരുന്നുണ്ട്. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് ലഭിക്കുന്നത് പത്മഭൂഷണാണ്. മരണാനന്തര ബഹുമതിയായാണ് ഇത് നൽകുന്നത്. ഈ ലിസ്റ്റിലുള്ള മറ്റൊരു ആളാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി തമ്പുരാട്ടി. അവർക്ക് ലഭിക്കുന്നത് പത്മശ്രീ പുരസ്കാരമാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവി ആരായിരുന്നു? സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. 1950 നവംബർ 14 ഫാത്തിമ ബീവി അഡ്വക്കേറ്റായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 58 മെയ് മാസം സബോർഡിനേറ്റ് മുൻസിഫായി, 68 സബോർഡിനേറ്റ് ജഡ്ജായി. പിന്നീട് 72 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായി, 74 ജില്ലാ സെഷൻസ് ജഡ്ജിയായി. 80 ജനുവരിയിൽ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ ജുഡീഷ്യൽ അംഗമായി. 1984 അവർ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ടു. 84 തന്നെ ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായി നിയമനം ലഭിച്ചു. 1989 ഏപ്രിൽ 29 ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ചെങ്കിലും അതേ വർഷം ഒക്ടോബർ 6 സുപ്രീം കോടതിയിൽ ജഡ്ജിയായി നിയമനം ലഭിച്ചു. 1992 ഏപ്രിൽ 29 ഫാത്തിമ ബീവി സർവീസിൽ നിന്നും വിരമിച്ചത്. പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ, ആദ്യ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അംഗം എന്നീ നിലകളിലും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. 97 മുതൽ 2001 വരെ തമിഴ്നാട് ഗവർണറായിരുന്നു. ഉന്നത ജുഡീഷ്യറിലെത്തുന്ന ആദ്യ മുസ്ലിം വനിത കൂടിയാണ് ഫാത്തിമ ബീവി. തൻ്റെ 96-ാം വയസ്സിലാണ് അവർ അന്തരിച്ചത്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി എന്ന നിലയിൽ മാത്രമല്ല, ജുഡീഷ്യറിയിലെയും എക്സിക്യൂട്ടീവിലെയും ഉന്നത സ്ഥാനം വഹിച്ച മുസ്ലിം വനിതയായും ഏഷ്യയിലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിതയായും ഫാത്തിമ ബീവി കുറിച്ചത് ചരിത്രം തന്നെയാണ്. എക്കാലത്തും സമത്വത്തിനു വേണ്ടി പോരാടിയ ജസ്റ്റിസ് ഫാത്തിമ ബീവി ഇന്ത്യൻ ജുഡീഷ്യറിക്ക് നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ്. 1950 ബാർ കൗൺസിൽ പരീക്ഷയിൽ 1-ാം സ്ഥാനത്തെത്തിയ ഫാത്തിമ ബീവി ബാർ കൗൺസിലിൻ്റെ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ വനിത എന്ന വിശേഷണവും കരസ്ഥമാക്കി. പത്മഭൂഷൺ എന്നത് അവർക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരമാണ്. അടുത്ത ആളായ അശ്വതി തമ്പുരാട്ടിയെ നോക്കാം. തിരുവിതാംകൂറിലെ അവസാന രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ മരുമകളാണ് അശ്വതി തമ്പുരാട്ടി. 10ഓളം പുസ്തകങ്ങൾ ഇവർ എഴുതിയിട്ടുണ്ട്. കേരള ക്ഷേത്ര വാസ്തുവിദ്യ, ചില ശ്രദ്ധേയമായ സവിശേഷതകൾ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തുളസി ഗാർലൻഡ്, ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസസ്, ബുദ്ധദർശനം, രുദ്രാക്ഷമാല എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ. വർത്തമാനകാലത്ത് അവർ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ചില രസകരമായ പ്രസ്താവനകളിലൂടെയാണ്. ആർത്തവമുള്ള സ്ത്രീകൾ തൊട്ടാൽ ചെടികൾ വാടിപ്പോകുമെന്ന് അവർ പറഞ്ഞിരുന്നു. ആർത്തവമുള്ള സ്ത്രീകളെ അകറ്റി നിർത്തുന്നത് അമ്പലങ്ങളിൽ മാത്രമല്ല എന്നും, ഏതെങ്കിലും വീടുകളിൽ ഒരു പൂജയോ മറ്റ് കർമ്മങ്ങളോ നടക്കുമ്പോഴും ഇവരെ അതിൽ പങ്കെടുക്കാൻ അനുവദിക്കാറില്ല എന്നും അവർ പറയുന്നുണ്ട്. അത് എത്രയോ കാലങ്ങളായി നടന്നു വരുന്നൊരു ആചാരമാണെന്നും, കൂടാതെ ഈ ആചാരത്തിന് ശാസ്ത്രീയമായ ഒരു അടിത്തറ ഉണ്ടെന്നും തമ്പുരാട്ടി പറഞ്ഞിരുന്നു. കൽക്കത്തയിലെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയെന്നാണ് അവർ പറയുന്നത്. ചെടികളിൽ ചെറിയ വയർ കണക്ട് ചെയ്ത് വെച്ചിട്ട് ആർത്തവമുള്ള സ്ത്രീകൾ അതിലെ വരുമ്പോൾ ഈ ചെടികൾക്ക് മാറ്റമുണ്ടാകുന്നു. അത് വെറും മാറ്റമല്ല, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകൾ വെള്ളമൊഴിക്കുകയാണെങ്കിൽ ആ ചെടി ഉണങ്ങിപ്പോകും എന്നാണ് തമ്പുരാട്ടി പറയുന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് എത്തുമ്പോൾ മഴ പെയ്യുമായിരുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യവും നമ്മളോട് പറഞ്ഞത് ഇതേ തമ്പുരാട്ടിയാണ്. ശ്രീമൂലം തിരുനാൾ, ചിത്തിര തിരുനാൾ എന്നിവർ ഇങ്ങനെ മഴ പെയ്യിക്കുന്ന ആളുകളായിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. കന്യാകുമാരി, ചെങ്കോട്ട, കുറ്റാലം എന്നീ സ്ഥലങ്ങളിലാണ് ഇത് സ്ഥിരമായി സംഭവിച്ചിട്ടുള്ളത്. മഴ പെയ്യുമ്പോൾ അവിടെയുള്ളവർ പറയുമത്രേ രാസ വന്നിട്ടുണ്ട് എന്ന്. ഈ തമ്പുരാട്ടിയുടെ അമ്മാവനായിരുന്നു ആ രാസ. ഇതേ തമ്പുരാട്ടിയുടെ മറ്റൊരു കണ്ടെത്തലാണ് വാസ്തു നോക്കാതെ നിർമ്മിച്ചത് കൊണ്ടാണ് കേരള നിയമസഭയിൽ എന്നും തർക്കം നടക്കുന്നതെന്ന്. നിയമനിർമ്മാണ സഭ എന്നാൽ പണ്ടത്തെ രാജഭരണം പോലെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സഭയല്ല. അവിടെ തർക്കങ്ങളും ചർച്ചകളും വഴക്കുകളും എല്ലാം ഉണ്ടാവും. അതുമായി ചേർത്ത് ഒരു ചോദ്യം തമ്പുരാട്ടിയോട് ചോദിക്കാനുണ്ട്. വാസ്തു നോക്കി കൃത്യമായി നിർമ്മിച്ച നിങ്ങളുടെ കൊട്ടാരത്തിന് അധികാരം എങ്ങനെയാണ് നഷ്ടമായത്? വാസ്തുപ്രകാരം അവിടെ യാതൊരു കുഴപ്പവും ഉണ്ടാകാൻ പാടില്ലാത്തതല്ലേ? ജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തും പിഴിഞ്ഞെടുത്തും ഉണ്ടാക്കിയ ധനം ഇപ്പോഴും കൊട്ടാരത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും വക ആണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. രാജഭരണവും തിരുവിതാംകൂറും കൊച്ചിയുമൊക്കെ പോയി കേരള സംസ്ഥാനം ആയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. ഇത്തവണത്തെ പത്മഭൂഷൺ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് നൽകുന്നതുകൊണ്ട് ആ പുരസ്കാരത്തിന് കൂടുതൽ തിളക്കമേറുകയാണ്. പത്മശ്രീയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനുമില്ല.